ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ അതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അമ്മക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മിന്ത്രയിൽ നിന്നാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഒരുപാട് നാളായി അമ്മ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ 2 തവണ എന്തോ ഒരു പ്രശ്നം കാരണം അത് ക്യാൻസലായിപ്പോയി. നമ്മൾ വിളിച്ചിട്ട് കോൾ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ ഫൈനലി ഇതാ ആ കുർത്ത കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ ഒരു ലേസൊക്കെ വൈറ്റ് ലേസൊക്കെ വന്നിട്ട്. പിന്നെ അതാ നമ്മൾ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. രാവിലെ മുതൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് റെഡിയായി വരുന്നത്. അപ്പോഴത്തേക്കിനും ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ടൗണിലേക്ക് പോവാണ്. SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിന്നെ നല്ല വെയിലാണ്, ഉച്ച സമയമാണ് അറിയാലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഓട്ടോന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതാ ഓട്ടോ കിട്ടി. നേരെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദേഷ്യവും പിന്നെ ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ അല്ലേ, ഡ്രസ്സാണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ നമ്മൾ SM സ്ട്രീറ്റിൻ്റെ അകത്തുള്ള ടോപ്പ് ഫോമിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അതാ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ആട്ടോ എൻ്റെ ഫേവറേറ്റ്. അപ്പം കോഴിക്കോട് നല്ല ഫുഡ് കിട്ടുന്നതിൽ ഒരു സ്പോട്ടും കൂടിയാണ് ടോപ്പ് ഫോം. അപ്പം അതാ നമ്മൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അമ്മ ആദ്യം മീൽസ് മതി എന്നായിരുന്നു പറഞ്ഞത്, പിന്നെ തീരുമാനം മാറ്റി. അങ്ങനെ അതാ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മേ ബി എനിക്ക് വിശന്നോണ്ടാവും. ഒരു 1:45 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ തുണി ഷോപ്പിലേക്കാണ്. ഞാൻ മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് അറിയായിരിക്കും. അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മളെ SM സ്ട്രീറ്റ് കോൻകോ ബസാറിൻ്റെ ഉള്ളിലാണ് ഈ തുണി ഷോപ്പ് വരുന്നത്. അപ്പം എനിക്കിവിടെ ഭയങ്കര, അതായത് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രൊക്കേഡിലാണെങ്കിലും ചന്തേരി, ബനാറസി, അതേപോലെ ടിഷ്യൂല്, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ക്ലോത്തുകളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഈ തവണത്തെ ഓണം ഔട്ട്ഫിറ്റൊക്കെ ഇവിടുന്ന് ക്ലോത്ത് വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലോത്ത് വൈസ് ആണെങ്കിലും ആ ഒരു പ്രൈസ് വൈസ് ആണെങ്കിലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് സാരിക്കൊക്കെ ഒരു ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ നിന്നിട്ട് അവർ എത്ര സമയമാണെങ്കിലും ഈ സ്റ്റാഫൊക്കെ നമ്മളുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓക്കെ ആയി, നമുക്കത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എത്തുന്ന വരെ നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കുക. അതേപോലെ അവിടെ തന്നെ നമുക്ക് ലേസും അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം SM സ്ട്രീറ്റ് കോൻകോ ബസാറിൻ്റെ ഉള്ളിൽ തുണി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇങ്ങനെ എന്തായാലും ഒരുപാട് പേര് തിരഞ്ഞ് നടക്കുന്നുണ്ടാവല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാങ്ങേൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ ഈവനിങ് സ്നാക്സ് ഒക്കെ കിട്ടുന്ന. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ കല്ലുമ്മക്കായില്ലേ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.